ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടി ഞങ്ങളുടെ കൂടെ സ്കൂളിൽ പഠിച്ച ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണ നിശ്ചയത്തിന് പോകാണ് ഗൈസ്. അവൻ്റെ വീടാണെങ്കിൽ ഞങ്ങളുടെ തൊട്ടടുത്തായതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ ഒരു വണ്ടിയിലായിട്ടാണ് പോയത് ഗൈസ്. അവൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണെങ്കിൽ ഈ കാണുന്ന വലിയൊരു കനാലിൻ്റെ സൈഡിൽ കാണും ഗൈസ്. അതുമാത്രമല്ല ഉണക്കായതുകൊണ്ട് കനാൽ തോന്നിയിട്ട് നല്ല വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നേരെ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴത്തേക്കും രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളെ വിളിച്ചു. പൊറോട്ടയും ബീഫുമാണ് ഗൈസ് ഞങ്ങൾക്ക് രാവിലെ കഴിക്കാനായിട്ട് തന്നത്. ഞങ്ങളുടെ കൂടെ കമ്പനിക്കായിരുന്നെങ്കിൽ ഒരു അമ്മമ്മ ഉണ്ടായിരുന്നു. പിന്നീട് ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ കൂട്ടുകാരൻ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ ഒരുപാട് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവനാണെങ്കിൽ ഒരുങ്ങാനായിട്ട് പോയി. പിന്നീട് ഒരു 10-15 മിനിറ്റ് ശേഷം നമ്മുടെ ചെറുക്കനാണെങ്കിൽ പുതിയൊരു ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് വന്നിട്ട് ഡ്രസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പെണ്ണിന് കൊടുക്കാനുള്ള സീറ്റ്സും ബൊക്കെയൊക്കെ റെഡിയാക്കുന്ന തിരക്കിലായിരുന്നു ഗൈസ് എല്ലാവരും. അങ്ങനെ ചെറുക്കൻ്റെ വീട്ടിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ പെണ്ണിന്റെ വീട്ടിലേക്ക് തിരിച്ചു ഗൈസ്. അങ്ങനെ പെണ്ണിന്റെ വീട്ടിലെത്തി ആദ്യം തന്നെ ചെറുക്കനെ സ്വീകരിക്കുന്ന ചടങ്ങുകളൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ ചെറുക്കനെ സ്വീകരിച്ച് അവിടെ ഇരുത്തി കുറച്ച് നേരത്തെ കാത്തിരുന്ന ശേഷം നമ്മുടെ പെണ്ണും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം വന്ന് അവരാണെങ്കിൽ പരസ്പരം ബൊക്കെയൊക്കെ കൈമാറി. പിന്നീട് പെണ്ണിന് ഗിഫ്റ്റായിട്ട് എല്ലാവരും സീറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് മോതിരം മാറാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും വളരെയധികം സന്തോഷത്തോടെ മോതിരമൊക്കെ കൈമാറി. ശേഷമാണെങ്കിൽ നമ്മുടെ ചെറുക്കന്റെ വക ചെറിയ കുറച്ച് പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും ഫോട്ടോ എടുക്കാനായിട്ട് വെളിയിലോട്ടും പോയി. ഞങ്ങളാണെങ്കിൽ വിശപ്പ് കാരണം അകത്തിരുന്ന് ആഹാരം കഴിച്ചു. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം നല്ലൊരു സദ്യ കഴിച്ചു. അതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെറുക്കനോട് ഞങ്ങൾ ചാറ്റയൊക്കെ പറഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.